കായംകുളം CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. 3 പ്രാദേശിക നേതാക്കൾ രാജിവെച്ചു. ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരി, മുൻ ഏരിയ കമ്മിറ്റി അംഗം B ജയചന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ സി ബാബു എന്നിവരാണ് രാജിവെച്ചിരിക്കുന്നത്. പാർട്ടിയിലെ വിഭാഗീയതയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് വിശദീകരണം. രാജിവെച്ചവർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാനെതിരെ രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചു. പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകത്തിൽ നിരപരാധിയായ തന്നെ പ്രതിയാക്കിയെന്ന് രാജിവെച്ച ബിപിൻ സി ബാബു ആരോപിക്കുന്നു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, എന്താണ് ഇപ്പോൾ കായംകുളത്തെ ഈ പാർട്ടിക്കകത്തെ പൊട്ടിത്തെറിയുടെ കാരണങ്ങൾ? ഈ രാജിവെച്ച് ഒഴിഞ്ഞവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ എന്താണ്? ജില്ലാ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, നേരത്തെയൊക്കെ തന്നെ വലിയ വിഭാഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കായംകുളം ഏരിയ കമ്മിറ്റി. അവിടെ നിലവിലുള്ള പ്രശ്നം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ ജില്ലയിലെ പ്രമുഖ നേതാവുമായിട്ടുള്ള KH ബാബുജനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് 3 നേതാക്കൾ പാർട്ടി വിടുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ പാർട്ടി വിട്ടതിൽ ഒരാൾ ബിപിൻ സി ബാബു മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ഇദ്ദേഹത്തിനെതിരെ നേരത്തെ ഗാർഹിക പീഡന പരാതി വന്നിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ പാർട്ടിയിൽ നിന്നും നടപടി നേരിട്ടിരുന്നു. 6 മാസം ഇവരെ സസ്പെൻഡ് ചെയ്തു. നടപടിയെ തുടർന്ന് വീണ്ടും പാർട്ടിയിൽ തിരിച്ചെടുത്തെങ്കിലും ഏത് ഘടകത്തിലാണെന്ന് വ്യക്തമാക്കിയില്ല. ഇതൊരു സമ്മർദ്ദ തന്ത്രമാണെന്നാണ് നിലവിൽ നേതൃത്വം ആരോപിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിപിൻ സി ബാബുവിൻ്റെ അമ്മയാണ് പ്രസന്നകുമാരി, ഒപ്പം തന്നെ അവിടെയുള്ള ജയചന്ദ്രൻ നേരത്തെ ഊമക്കത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടയാൾ. അങ്ങനെ 2 പേർ, ഈ 3 പേരിൽ 2 പേർ പാർട്ടി നടപടി നേരിട്ടയാൾ. ഒരാൾ നിലവിൽ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്നകുമാരി. പ്രസന്നകുമാരിയുടെ കത്തിൽ പറയുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതായത് KH ബാബുജാന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു, തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നു, ഒപ്പം തന്നെ പാർട്ടിയിലെ ദളിത് പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾ 100 കണക്കിന് വരുന്ന പ്രവർത്തകർ, സഖാക്കളൊക്കെ തന്നെ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുന്നു. വർഗ ബഹുജന സംഘടനകൾ, വിദ്യാർത്ഥി യുവജന സംഘടനയിൽ നിന്നും ഒക്കെ തന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളിലാണ് പറയുന്നത്. നേതൃത്വത്തിന് പലതവണ പരാതി പറഞ്ഞിട്ടും ഇടപെടാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് താൻ രാജിവെക്കുന്നതെന്നാണ് പ്രസന്നകുമാരി പറയുന്നത്. പ്രസന്നകുമാരി 25 വർഷമായി കായംകുളം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ 15 വർഷക്കാലം പത്തിയൂരിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. B ജയചന്ദ്രൻ നേരത്തെ കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഏറെ നാളായി പാർട്ടി മെമ്പറാണ്. പക്ഷേ നടപടി നേരിട്ട നിലവിൽ പാർട്ടിക്ക് പുറത്തായ ആളാണ്. പക്ഷേ വീണ്ടും പാർട്ടിയിലേക്ക് വരുന്ന സമയത്താണ് രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ഇത് പ്രശ്നപരിഹാരത്തിനായി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ അടിയന്തര യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടാകും, പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നാണ് നമുക്കിനി അറിയാനുള്ളത്. വിശദാംശങ്ങൾ നമുക്ക് നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന്.